മണവാളനുമായി മണവാട്ടിക്കുള്ള ഹൃദയബന്ധമാണ് ആരാധന. മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ പല വിടുതലിനും തടസ്സം മന്ത്രവാദമല്ല, ആഭിചാരമല്ല, നിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തിയതാ. നിന്റെ വീട് നരകമാക്കാൻ, നിന്റെ വീട് സാത്താന്റെ ചെളിക്കുമ്പാരമാക്കാൻ, നിന്റെ വീട് തകർക്കുവാൻ അവൻ നിന്റെ ഏകാഗ്രതയെ തകർത്തെങ്കിൽ ഇന്ന് ആ ഏകാഗ്രത തിരികെ പിടിക്കണം. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിൾ തുറക്കാം. നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ചിന്തകളിലേക്ക് പോകാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മതി. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് 2 തിരുവെഴുത്തുകളെ അടർത്തിയെടുത്ത് അല്പനേരം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുക. വചനം ശുശ്രൂഷിച്ച് തുടങ്ങുമ്പം പരിശുദ്ധാത്മാവ് പല നിലകളിൽ നമ്മളോട് ഇടപെടും. ഒരുപക്ഷേ ഒരു വലിയ ദൈവനിയോഗം ഇന്നത്തെ ശുശ്രൂഷയിൽ കണ്ടേക്കാം. ചിലപ്പോൾ ചിലർ സൗഖ്യമാകുകയായിരിക്കാം, ചിലപ്പം ചിലരോട് ദൈവം സംസാരിക്കുമായിരിക്കാം. ദൈവത്തിന് എന്തോ ചെയ്യാൻ പ്ലാനുണ്ട്, അത് കർത്താവ് ചെയ്യാൻ പോവുക. ആദ്യത്തെ ഭാഗത്ത് പഠിക്കുമ്പം പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. അത് പൗലോസിൻ്റെ അകത്തെ ആത്മീക തീഷ്ണതയാണ് കാണിക്കുന്നത്. പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ തൻ്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കണം എന്ന് പറഞ്ഞാൽ ചതഞ്ഞ് നല്ല ദൈവത്തെ വിളിക്കേണ്ടിയേ, ദൈവത്തെ വിളിക്കുന്നവൻ്റെ അകത്തൊരു തീഷ്ണത വേണം. ആരോഗ്യമുണ്ടെങ്കിൽ യോഗത്തിന് പോകുമെന്നല്ല, ആരോഗ്യമില്ലെങ്കിലും ഞാൻ യോഗത്തിന് പോകും. വണ്ടിക്കൂലി ഉണ്ടേ വരുവട ഉവയെന്നല്ല, വണ്ടിക്കൂലി ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചു വരും. അത് തീഷ്ണതയാ. പുതിയ ഉടുപ്പുണ്ട് യോഗത്തിന് പോയി, ഇല്ലേ വരത്തില്ല, അങ്ങനല്ല, പഴയ ഉടുപ്പിട്ടോണ്ടും വരും. അത് ഒരുവൻ്റെ അകത്തെ തീഷ്ണതയാ. ചില ആൾക്കാർ പറയത്തില്ലയോ, പ്രായം കൂടുതലായിട്ടും ഭയങ്കര തീഷ്ണതയാ. ഞാനൊരിക്കൽ 92 വയസ്സുള്ള ഒരു അപ്പച്ചൻ്റെ അടുക്കൽ ഇച്ചിരി നേരം പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങി, അപ്പച്ചൻ ആത്മാവിലങ്ങോട്ട് നിറഞ്ഞു. അപ്പം ഞാൻ തോന്നിപ്പോയി, ഞാൻ വല്യപ്പച്ചനും അപ്പച്ചൻ ചെറുപ്പക്കാരനുമാന്ന്. എൻ്റെ തൊണ്ടയൊക്കെ അടച്ചിട്ട് ഞാനിങ്ങനെ വളരെ സ്ലോലി സ്തോത്രം പറയുമ്പോൾ അപ്പച്ചൻ പറയുന്ന സ്തോത്രം കേട്ട് ആ മുറിയിലെ സ്റ്റീൽ പാത്രം ഇങ്ങനെ ചലിക്കുക. അതെന്താ കാര്യം? ഒരുവൻ്റെ അകത്തു വ്യാപരിക്കുന്ന ആത്മീക തീഷ്ണതയാണ്. ഇന്നലെ രാത്രി 12:30 ഉറങ്ങി. ഉറക്കസുഖമായില്ല കേട്ടോ, കറണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ യോഗത്തിന് പോകുന്നില്ല. സത്യത്തിൽ വിശ്വാസി എന്ന നിലയെ പോലും എണ്ണാൻ കുറ്റുകയില്ല. ഏത് രോഗമുണ്ടെങ്കിലും ആരാധനയിൽ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കണം. അത് ഒരുവന്റെ ആത്മീക തീഷ്ണതയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്നിട്ട് സഭയെ ഒരു കാര്യം പഠിപ്പിക്കുക, ക്രിസ്തു എന്ന ഏക പുരുഷന് നിന്നെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വേദപുസ്തകത്തിൽ 3 എക്സാമ്പിൾസ് മെയിനായിട്ട് ബൈബിളിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ പദവി ദൈവത്തിൻ്റെ മക്കൾ. രണ്ടാമത്തെ പദവി മണവാളനായി
മണവാളൻ സെലക്ട് ചെയ്ത ഒരു മണവാട്ടി. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരികയില്ല. നിന്നെ നാട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ല, പക്ഷെ ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിന്നെ മണവാട്ടിയാക്കി. മൂന്നാമത്തെ ദൂത്, നീ ആടാണെങ്കിൽ എൻ്റെ യേശു ഇടയനാണ്. ഇനി മൂന്നിനെ ഞാനൊന്ന് ചേർത്ത് പഠിപ്പിച്ച ഈ ദൂതിലോട്ട് വരാം. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. ഒരു കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞാന്നോ നോക്കുന്നേ, അപ്പനാന്നോ നോക്കുന്നേ? പറ. ഇത് വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് പറയിക്കണം നിർബന്ധമാണ്. നിന്റെ കൊച്ചിൻ്റെ കാര്യം കൊച്ചാന്നോ നോക്കുന്ന, നീയാന്നോ നോക്കുന്നേ? പെട്ടെന്ന് പറ. ഒന്ന് പറയുന്നേ. ആരാ? അപ്പനാണല്ലോ, മാറ്റമില്ലല്ലോ, അപ്പനാ. അപ്പം അടുത്തിരിക്കുന്നവർ ചോദിച്ചാൽ പിന്നെ എന്തോ ഇതിനെ ടെൻഷൻ എന്ന് ചോദിച്ചു. എടാ, നിന്റെ കാര്യം അപ്പൻ നോക്കുമെങ്കിൽ നീ ഇതിന് മാത്രം BP കയറ്റേണ്ട ആവശ്യമുണ്ടോ? അതിനർത്ഥം നിനക്ക് ആ വിശ്വാസം ഇല്ലെന്നാ. 2, മണവാട്ടിയുടെ കാര്യം ആരാ നോക്കുന്നേ? മണവാളനാണോ? വിവാഹ നിശ്ചയം നടന്നു, കല്യാണം നടന്നിട്ടില്ല. എന്താ നടന്നു? നിശ്ചയം. ഞാൻ ചോദിക്കുകയാണേ, ചില കല്യാണമൊക്കെ ഈ പണ്ടൊക്കെ ആണേ അപ്പം പോയി പെണ്ണ് കാണും, മോൻ കെട്ടും. കല്യാണ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് കാണുന്നത്, ദേ അവളെയാ നീ കെട്ടാൻ പോന്നെ, കെട്ടിക്കും. പണ്ടത്തെ കാര്യമാണ്. ഇപ്പം അങ്ങനല്ല. അടുത്ത ജനറേഷൻ വന്നപ്പം കുറച്ചുകൂടെ നില മാറി. സ്തോത്രം. ചെറുക്കം പോയി പെണ്ണിനെ കണ്ട്. ചില ചെറുക്കന്മാർ എത്ര കൊല്ലം കൊണ്ട് കാണും, ഇതുവരെ കെട്ടിയിട്ടില്ല. പേടിക്കണ്ട, നിനക്കുള്ള പെണ്ണിനെ ഇതുവരെ കണ്ടില്ല, ഉടനെ കാണും. മൂന്നാമത്തെ കൂട്ടർ. അപ്പം ചില വിവാഹം കണ്ടിട്ടില്ലയോ, ഈ തിങ്കളാഴ്ച ഉറച്ചാൽ അടുത്ത തിങ്കളാഴ്ച കല്യാണം. എന്തുവാ? ഒരാഴ്ച അകലത്തിൽ കല്യാണം കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? ഉറച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്ക്. 1, 2, 3 മൊത്തം അങ്ങനെ ഒരാഴ്ച അകലമാണല്ലോ. എന്നെ നോക്ക. ആ 7 ദിവസം ആ പെണ്ണിൻ്റെ ജോലി. നമ്മുടെ നാട്ടിൽ ഈ പെങ്ങന്മാരുടെയൊക്കെ കല്യാണം വരുമ്പോൾ ഞങ്ങൾ കളിയാക്കുന്ന കാര്യമുണ്ട്. തിങ്കളാഴ്ച ഉറച്ച് അടുത്ത തിങ്കളാഴ്ച കല്യാണം. അത്രയും ദിവസം അത്രയും കല്ല് പറക്കി വെക്കും. കളിയാക്കുന്ന കേട്ടോ. തിങ്കളാഴ്ച വൈകിട്ട് ഒരു കല്ലെടുത്ത് മുറ്റത്ത് കളയും. ചൊവ്വാഴ്ച വൈകിട്ട് രണ്ടാമത്തെ. അതിൻ്റെ കാര്യം എന്താ? അവൾ ഫേസ്ബുക്കിൽ കയറി പഞ്ചായത്തിലെ ചെറുക്കന്മാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയല്ല. ആണോ? ഇങ്ങോട്ട് സഹകരിക്കണം. ഞാൻ ഒരു വലിയ കാര്യം നിങ്ങൾ മണവാട്ടിയുടെ നോട്ടം മണവാളനെ മാത്രമാണ്. ഞാൻ വീണ്ടും പറയുന്നു, മണവാളനെ മാത്രമേ നോക്കാവൂ. അവനാണ് യഥാർത്ഥ മണവാളൻ. നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഇച്ചോട്ട് ഗഹനമായിട്ട് പറയാം. സ്തോത്രം. ഈ മണവാളൻ വിവാഹം നിശ്ചയിച്ചേക്കുക. കല്യാണം നടന്നിട്ടില്ല. എന്ത് ചെയ്തിരിക്കുക? വിവാഹം. ഈ ചിലർ പറയും ഉറപ്പിച്ചതല്ലോടെ കെട്ടിക്കഴിഞ്ഞവിടെ കാര്യം നോക്കിയാൽ പോരായോ. നല്ല ചെറുക്കന്മാരങ്ങനല്ല. ഉറപ്പിക്കുമ്പോൾ മുതലേ ഉറങ്ങാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ് അയക്കണം, ഉണരുമ്പോൾ ഗുഡ് മോർണിംഗ് അയക്കണം, രാവിലെ 10 മണിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ സ്തോത്രം വെളിയിൽ വരെ പോകുന്നു, 2 ചുരിദാർ നല്ല പെങ്കൊച്ചുകളുടെ നല്ല ഇറക്കേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. ഞാൻ 2 ചുരിദാർ വാങ്ങാൻ പോകുന്നു. വാങ്ങിച്ചിട്ട് ഏകദേശം 12:30 ഞാൻ തിരിച്ചു വരും. പോകുന്നത് ബ്രദറിൻ്റെ കൂടെയാണ്. നല്ല പെണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത്. 12:30 മെസ്സേജ് അയച്ചു. ഞാൻ പോയി ചുരിദാർ വാങ്ങിച്ചു, ചുരിദാറിൻ്റെ ഫോട്ടോയും കടയിൽ നിന്ന് വാങ്ങിച്ച ബില്ലും. സ്തോത്രം. 12:30 തിരിച്ച് വീട്ടിലെത്തി. സ്തോത്രം എന്ന് ഒരു മെസ്സേജ്. ഉടനെ ഭർത്താവ് ഒരു കൈ ഇട്ടു. കൊള്ളാം നിന്നെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ല പഞ്ചായത്തല്ലേ ഓടി വെച്ച് വന്നപ്പം ഇങ്ങനെ എൻ്റെ കാര്യം എന്തിനാ തിരക്കുന്നതെന്നല്ല. ഉടമ്പടി എടുത്താൽ പിന്നെ തോന്നിയ വഴിയാ പറ്റത്തില്ല. മണവാളൻ്റെ കൺട്രോളിലായിരിക്കണം മണവാട്ടി. ഞാനൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ് ഇതെന്താ പറഞ്ഞെന്നാ വെളിപ്പെടുത്താൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. 2 കാര്യം പൗലോസ് വെളിപ്പെടുത്തുക. അവിടെ വെളിപ്പെടുത്തുന്ന കാര്യം ശ്രദ്ധിക്കൂ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച പോലെ ഓർത്തോണം. ഈ മണവാട്ടി പദവിയിൽ നിന്നും
നിന്നെ പുറത്തിറക്കുന്നൊരു ചതിയനുണ്ട്. അവൻ്റെ പേരാ പിശാച്. ആ ചതിക്കകത്ത് നീ കയറരുത്. ആ ചതി എന്തുവാ? രണ്ട് കാര്യ. ഒന്ന്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടമാക്കുക. സ്നാനപ്പെട്ടോ പെട്ടു, അഭിഷേകം പ്രാപിച്ചോ പ്രാപിച്ചു, യോഗത്തിൽ വരുന്നുണ്ടോ ഉണ്ട്, പ്രവചനം കേട്ടോ ഉണ്ട്, പക്ഷേ ഹൃദയത്തിൽ കർത്താവിനോട് ഏകാഗ്രതയില്ല. ഹൃദയം എംറ്റിയാ, ശൂന്യമാ. ബ്രദറെ എങ്ങനെയുണ്ട്? ഒരു സുഖമില്ല ബ്രദറെ, വരുന്നേ ഉള്ളൂ. ഏകാഗ്രത പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. അതെന്താന്നാ ഇന്ന് വെളിപ്പെടുത്തുന്നത്. രണ്ട്, ക്രിസ്തുവിനോടുള്ള നിർമ്മലത. ഇത് രണ്ടെണ്ണം വിട്ടാൽ ഈ ചതിക്കകത്ത് നീ പെട്ടു. നീ പെടാതിരിക്കാനാണ് ഇന്നത്തെ ദൂത്. അവിടോട്ട് ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് പോകണം. അപ്പം മണവാട്ടിയുടെ നോട്ടം ആരെയായിരിക്കണം? ഒന്ന് മനസ്സിലാവുന്ന, ശരിക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് ഇത് പോകുന്നത്. മണവാട്ടിയുടെ നോട്ടം ആരെയാ? മണവാളൻ ആരെയാ? ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരെയാ? മണവാട്ടിയാ. നിങ്ങൾ ശ്രദ്ധിക്കാം. നാട്ടിലെ പെൺകുട്ടികൾ നാട് വിട്ടു പോയാലും മണവാളിൻ്റെ വിഷയമല്ല, മണവാട്ടി അവിടെ വേണമെന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. ആരെന്ത് ചെയ്തെന്നല്ല, നീ മണവാട്ടിയാണോ, നിന്റെ മേൽ മണവാളൻ്റെ നോട്ടം ഉണ്ട്. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മൂന്നാമത്തെ പദവിയാണ്, നീ ഒരാടാണ്, നിനക്ക് ഒരു ഇടയനുണ്ട്. അതെല്ലാം വിവരിക്കാൻ പോയാൽ ഒത്തിരി ഭാഗത്ത് പോകുന്നത് കൊണ്ട് ഞാൻ ഈ മണവാളൻ മണവാട്ടി എന്ന സബ്ജക്റ്റിലോട്ട് വരാം. മണവാളനും മണവാട്ടിയും തമ്മിൽ ഒരു നിശ്ചയം നടന്നു, അല്ലെങ്കിൽ ഒരു ഉടമ്പടി നടന്നു. എന്താണെന്നറിയാമോ? ഉടനെ വിവാഹം കഴിക്കും. എത്ര പേർക്ക് പ്രത്യാശ കൊണ്ട് ഉടനെ ആ കല്യാണം നടക്കും? ഏത് കല്യാണമാ? മണവാളൻ തൻ്റെ മണവാട്ടിയായ സഭയെ ചേർക്കാൻ. അപ്പൊ അതുകൊണ്ട് എന്തോ ചെയ്യണമെന്നറിയോ? 45 സെക്കൻഡ്. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക. തിരുവല്ലയിലെ കുമാരിയുടെ കാര്യമല്ല പറയുന്നത്. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ എടുത്താലൊന്ന് വായിച്ചത് വായിക്കാൻ വേണ്ടിയില്ലേ പറയുന്നോട്. ഉണ്ടോ ഇപ്പോഴത് അപ്പം എവിടെ വന്നു? അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. 13-ാം വാക്യം ഇല്ലയോ? 10-ാം വാക്യം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചുകൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. വായിച്ചോണ്ട് അവിടെ വായിച്ച 13 വായിരേ. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. തെക്കോട്ട് പടക്കോട്ട് പോകുന്നില്ല, ശോഭാ പരിപൂർണയാണ്. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധിക്കണം, മണവാട്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കണം. മണവാട്ടി എപ്പോഴും ദൈവമക്കൾ എന്ത് ചെയ്യണം? വെളിപ്പാട് പുസ്തകം വായിക്കുന്ന തന്നെത്താൻ ഒരുക്കിയെന്ന. പഞ്ചായത്തിൽ നിന്നാലും ഒരുക്കാൻ വരികയല്ല, തന്നെത്താൻ ഒരുങ്ങണം. നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നെ ഒന്ന് നോക്കിയേ, ഇന്ന് രാവിലെ ഒരുങ്ങിയേ ചെല്ലേ നമ്മളെല്ലാം വന്നേ. അതും അങ്ങോട്ട് ചെന്ന് മുറിലോട്ട് കയറി അലമാരി തുറന്നു, ഒരു ചുരിദാറെടുത്തു, അങ്ങോട്ടിട്ടു, നിന്നോണ്ട് മുടിയും ചികിച്ച് എന്നാൽ പോയേക്കാന്നല്ല, കണ്ണാടിക്ക് ചുറ്റും. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഒരു കണ്ണാടി മാറി മറ്റേ കണ്ണാടി പോയപ്പോൾ ഇനി പുറകെ വന്ന് ചോദിച്ചു, ഇതെന്നെ മാറി മാറി നോക്കുവാന്നു. നിങ്ങൾ എന്നെ നോക്ക്. ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ നടന്ന കാര്യമാണ്. ആദ്യം ഇങ്ങനെ നോക്കും, പിന്നെ ഇങ്ങനെ ഒന്ന് നോക്കും. ഇല്ലയോ? ഇങ്ങോട്ട് നോക്ക്, പറയട്ടെ. വേദപുസ്തകം ഒരു കണ്ണാടിയാ. ആരതിൽ കണ്ണാടി നോക്കുന്നത് എന്തിനാ? 3-4 കാര്യം പറയാം. കണ്ണാടി നോക്കുന്നത് എന്തിനാ അറിയോ? പറയാം. രാത്രി ഇവിടെ എങ്ങനെ മാന്തിയിട്ടുണ്ടെങ്കിൽ, ചുമന്ന പാട് വീണെങ്കിൽ ഇച്ചിരി ക്രീം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആണോ? വല്ല കൊമ്പുണ്ടോ ഓടിക്കാൻ? അത് മനസ്സിലായില്ല. എന്തിനാ ഈ കണ്ണാടി നോക്കുന്നേ? നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് തടസ്സം എന്തുണ്ടോ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് കണ്ണാടി നോക്കുന്നത്.
ആണോ? ആണോ? മണവാളന് മണവാട്ടിയെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും പുരുഷന്മാരെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലയോ? നിന്നെ അങ്ങ് കെട്ടിപ്പോയെന്നേ ഉള്ളൂ. എൻ്റെ ഇടയിൽ എത്ര നല്ല ആലോചനകൾ വന്ന മുഖമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുക. എന്തായാലും കെട്ടിപ്പോയി. എൻ്റെ സ്വപ്നത്തിലുള്ള ആൾ, അത് സീരിയലിലേ കിട്ടൂ. നിൻ്റെ സ്വപ്നത്തിലുള്ള ആളിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം കിട്ടിയത് ബെസ്റ്റാ. ചേർത്ത് പിടിച്ചാൽ സ്വർഗത്തിപ്പാം. അല്ലേലോ? അല്ലേ ഞാൻ ബാക്കി പറയുന്നില്ല. ഇപ്പം ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് വരാം. അപ്പം മണവാട്ടിയുടെ നോട്ടം ആരെയാ? എന്നെ ശ്രദ്ധിച്ചാൽ വലിയൊരു കാര്യത്തിൽ മണവാളൻ്റെ നോട്ടം ആരെയാ? ഈ മണവാളനെ എതിരേൽക്കാനിരിക്കുന്ന 10 കന്യകമാരെ കുറിച്ചൊരു ഉപമ സ്വർഗരാജ്യത്തിൻ്റെ ചിത്രം വെളിപ്പെടുത്തിയപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി 25 പറഞ്ഞു. അതിനകത്തുനിന്ന് ഒരു വാക്യം നമ്മൾ വായിച്ചു കേൾക്കും. 6-ാം വാക്യം. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു. മണവാളൻ ഇന്ന നാഴികയിൽ വരുമെന്നില്ല, ഏതു സമയത്തും വരാം. ബൈബിളിലെ ചില ഭാഷ അവൻ ഏതു നേരത്തും വരാം. ഒരാമയും വരുന്നില്ല. എല്ലാ ആഴ്ചയും ഇവിടെ തിരുമേശ വെക്കുന്ന എന്തിനാ? ചില സഭക്കാർ 3 ദിവസം ഉപവസിച്ചിട്ട് തിരുമേശ എടുക്കൂ. അപ്പൊ കർത്താവ് വരുമ്പോൾ 3 ദിവസം ഉപവസിച്ചു പോകേണ്ടി വരുമല്ലോ. ഒരു ദൈവവൈതനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരണം വരെ ഏതു സമയം പ്രതീക്ഷിക്കാം ഒരു മണവാളനെ. ഉറപ്പുള്ളവരെ ദൈവത്തെ സ്തുതിക്കാവൂ. ഞാൻ ഇച്ചിരുടെ ഗഹനമായി ദൂതിലോട്ട് വരാം. പരിശുദ്ധാത്മാവ് ഇന്ന് ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പോവാ. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. കന്യകമാരെല്ലാം എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഈ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇവർ 2 പേര് 2 സഭക്കാരായിരുന്നു. ഈ 10 പേരിൽ ഒരു സഭയിൽ പോകുന്നവർ 5 പേരും മറ്റൊരു സഭയിൽ പോകുന്നവര്. അപ്പൊ ആദ്യത്തെ സഭയിൽ പോയവര് പറഞ്ഞു, നിങ്ങള് വിളക്കെടുത്തോണം, എണ്ണയുടെ കാര്യം ദൈവം നോക്കിക്കോളൂ. അപ്പൊ രണ്ടാമത്തെ സഭക്കാർ പറഞ്ഞു, വിളക്കെടുത്താൽ മാത്രം പോരാ, എണ്ണയുടെ കാര്യം ശരിക്കും നോക്കിക്കോണം, അല്ലെങ്കിൽ എന്തുവാ മണവാളം വരുമ്പോ അനുഭവിക്കുന്നേ. 2 സഭക്കാരാ. നിങ്ങൾ ശ്രദ്ധിച്ചു തരണം. ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാണ് വരുന്നത്. എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ദൂത് നിങ്ങൾക്ക് തരാനാ. എൻ്റെ ഉള്ളിൽ ദൈവം തന്നൊരു ദൂതാ. മണവാളം വന്നപ്പോൾ എല്ലാവരും വിളക്ക് കളിച്ചു. ഒരു ചോദ്യമാണ് ഞങ്ങളോട് ചോദിക്കാൻ, എണ്ണ ഇല്ലാതെ വിളക്ക് കത്തുവോ? അങ്ങനെ കത്തത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ തിരി ചുമ്മാ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് കത്തിവെച്ച് പിന്നെ പുകയാ. 10-14 വർഷമായിട്ട് പുകയാ. കരിന്തിരികൾ മുറിച്ചു മാറ്റി പാത്രങ്ങളിൽ എണ്ണ പകരണം. തിരിച്ചറിഞ്ഞൊരാമീൻ പറഞ്ഞാട്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാം, നിന്റെ അകത്ത് എണ്ണ പകർന്നാൽ നിന്റെ നാളം ശരിയാകും. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എന്താ ദൂത് കേട്ടോ? പാത്രങ്ങളിൽ എണ്ണ പകരണം. എത്ര പേര് അതിന് ആമീൻ പറയും? ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, ഒരു എണ്ണയുടെ പകർച്ച നിന്റെ അകത്തുണ്ടാകണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇങ്ങനെ പോയാ പോരാ, നീ ഒന്ന് കത്തിയേ പറ്റൂ. മണവാളൻ വരാൻ പോവുക. ആ വിളക്കൊന്ന് കത്തിച്ചേ. അപ്പൊ ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. കത്താഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? എണ്ണയുള്ളവരോട് ചോദിച്ചു. നമുക്കറിയാമല്ലോ, വായിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു വാക്യം വായിക്കണം താഴെ. എണ്ണയുള്ളവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇച്ചിരി എണ്ണ. അപ്പം എണ്ണയുള്ളവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്കുള്ളത് മാത്രമേ ഉള്ളൂ,
ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇല്ലാതാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് എണ്ണ തന്നൊരു സ്ഥലമുണ്ട്. മലയാളത്തിൽ വിൽക്കുന്നതെന്ന് എഴുതിയ ഭാഷയ്ക്കൊക്കെ ഇച്ചിരി കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാത്തത്. ഈ എണ്ണ വിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നാൽ ഈ എണ്ണയുടെ ഉടമസ്ഥൻ എണ്ണ തരും. നിങ്ങൾ എന്നെ നോക്കണം, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. എണ്ണയുടെ പകർച്ച ഇങ്ങനില്ല, ഇങ്ങനെ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, എണ്ണയുടെ പകർച്ച മാത്രം വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കില്ല, മേളിൽ നിന്ന് താപ്പോട്ടേ ഉള്ളൂ. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാം, നിന്റെ മുഴുവൻ പ്രശ്നവും തീരും ഒരെണ്ണയുടെ പകർച്ച ഉണ്ടായാൽ മതി. ചില പാത്രങ്ങളിൽ എണ്ണ നിറയുന്ന അനുഭവം നിന്റെ ലൈഫിനെ തകർത്ത ഇരുട്ടിനെ ദൂരെ അകറ്റുവാൻ നിന്റെ അകത്ത് എണ്ണ പകരുന്ന നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ആ നല്ല മനസ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക. തൊണ്ട 2 വട്ടം പോയി ആഴ്ച വെള്ളം തരും, ആരെ കണ്ണ് കാണിക്കാനെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ആ വെള്ളം വന്ന് ഇങ്ങോട്ട് നോക്ക്. ഇനി വെള്ളം വന്നതുകൊണ്ട് ഇച്ചിരിയുടെ കാര്യമായിട്ട് പറയാൻ പോകും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ദൂത് തരുവാ. ആ പുറകിൽ ആ മഞ്ഞ ഷർട്ട് ഇട്ട് അച്ഛനൊന്ന് കൈപൊക്കിക്കേ. ഒരെണ്ണയുടെ പകർച്ച നിന്റെ മേൽ വന്നാൽ നിന്റെ 3/4% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. കാരണം നിന്റെ കുടുംബത്തെ കയറി ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഇരുട്ട് ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ആത്മാവിൽ കാണുക. നിന്റെ വീടിനകത്തുനിന്നൊരു വിളക്ക് കത്തുകയാ. ആ വിളക്ക് കത്തുമ്പോൾ നിന്റെ വീടിനകത്തു നിന്ന് ഇരുട്ടുകൾ പുറത്തേക്ക് ചാടുകയാ. പിന്നെ നിന്റെ വീട് മുഴുവൻ പ്രകാശിക്കുകയാ. എനിക്കിതിനകത്തിരിക്കുന്ന ചിലരോട് ഹല്ലേലൂയ, എത്ര പേർക്ക് അതിന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്തോ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് പറയുക, എണ്ണയുടെ ഉടമസ്ഥന്റെ അടുക്കലാ വന്നേക്കുന്നേ. ഇന്ന് പകർച്ച ഇവിടെ നടക്കണം. നിന്റെ പാത്രങ്ങൾ കാലിയാകരുത്. വിശ്വസിക്കുന്നവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. എനിക്ക് ഈ വചനത്തിൽ നിന്ന് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് ആത്മാവിനോട് പറയുക, ഒരെണ്ണയുടെ പകർച്ച ഇവിടെ നടന്നാൽ ഈ ദിവസങ്ങളിൽ നിന്റെ കരിന്തിരികളൊക്കെ മാറും. നിന്റെ ദീപം തെളിയാൻ പോവാ. ഏത് ദേശത്ത് നീ നിന്ദിക്കപ്പെട്ടോ അവിടെ നിന്റെ വിളക്ക് തെളിയണം. യേശുവിൻ്റെ നാമത്തിൽ റബ്ബന എഴുന്നേറ്റ് പ്രകാശിക്ക്. നിന്റെ പ്രകാശം വന്നിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ നടക്കാത്ത അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിക്ക്. ഒരെണ്ണയുടെ പകർച്ച നിന്റെ ഏകാഗ്രതയെ കെടുത്തുന്ന ആ ദുഷ്ടശക്തിയെ ഇന്ന് നിന്റെ അകത്തുനിന്ന് ദൈവം ബ്രേക്ക് ചെയ്യുക. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. തിരിച്ചറിയുന്നവർ എന്നെ ശ്രദ്ധിച്ചു. ആ തൂണിനോട് ചേർന്ന് മോളൊന്ന് കൈവൊക്കി പിടിക്കാം. ആ മോള് കൈയൊന്ന് ഉയർത്തി പിടിച്ചാൽ മതി. നീ അന്നറിയാൻ വേണ്ടിയ നിന്റെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുക. എന്നിട്ട് കർത്താവ് നിന്നോട് പറയുന്നു, ഗ്ലോറി, ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്തത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഇത് കേൾപ്പിക്കാനാണ് ഇന്നും നിന്നെ ഈ ആരാധനയ്ക്ക് ദൈവം കൊണ്ടുവന്നത്. ഗ്ലോറി ടു ഗോഡ്. നീ ഇപ്പോൾ ഓടുന്ന റൂട്ട് അല്പം ഉരുളൻ കല്ലുകളുള്ള റൂട്ടാണ്. ആ റൂട്ട് അധികം മുമ്പോട്ട് പോകത്തില്ല. സ്മൂത്തായി വണ്ടി മൂവ് ചെയ്യാവുന്നൊരു പാതയിലേക്ക് നിന്റെ ലൈഫ് ചെന്നിറങ്ങാൻ പോവാ. ജീസസ് നിന്റെ കുടുംബത്തിൽ ആരുടെ മേലും ഇല്ലാത്ത ഒരു പ്രത്യേക അനുഗ്രഹം നിന്റെ മേൽ വരും. അക്സ പിതാവിനോട് ചോദിച്ചു വാങ്ങിച്ചതുപോലെ നീ ദൈവത്തോട് ചിലത് ചോദിച്ചു വാങ്ങിക്കുന്നവൾ ആകുമെന്ന് ദൈവാത്മാവ് എനിക്ക് ദൂത് തരുക. നിന്നെ അങ്ങ് ജോർജിയയിൽ വരെ കൊണ്ടെത്തിക്കുന്ന ഭാവി പദ്ധതിയുടെ തുടക്കം പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് കുറിക്കുന്ന കാഴ്ച. നന്ദി കർത്താവേ, നന്ദി കർത്താവേ.
എനിക്കറിയാം ഇതിനകത്ത് ഭയങ്കര ദൈവ നിയോഗങ്ങൾ വെളിപ്പെടുക, ഭയങ്കര ദൈവ നടത്തിപ്പുകൾ വെളിപ്പെടുക. വിശ്വസിക്കുന്ന നിങ്ങളിലേക്ക് ആര് പ്രാർത്ഥിക്കും, ഒരു എണ്ണയുടെ പകർച്ച ചിലരിൽ വ്യാപരിക്കാൻ പോകുകയാ. ചിലരുടെ ഗഹനമായി നമുക്ക് ദൂതിലേട്ട് വരാം. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരാതിരിക്കാൻ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. മതി. അടുത്ത പദം കൂടെ. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ അപ്പൊ മണവാട്ടി എങ്ങനെ ഇരിക്കണം? മണവാളനെ പ്രതീക്ഷിക്കുന്ന മണവാട്ടി. നിങ്ങൾ ശ്രദ്ധിക്കണം. വീട് വെക്കാൻ വന്നവനല്ല, കാറ് വാങ്ങിക്കാൻ വന്നവനല്ല, മോളെ അമേരിക്ക വിടാൻ വന്നതല്ല. മണവാളന്റെ വരവ്. ഇത് നീ മണവാളനെ നോക്കിയാൽ നിന്റെ കാര്യമല്ല ആര് നോക്കും? പറ. ചുമ്മാ ഒരു ചോദ്യം ചെയ്യുക, എന്നോട് ഉത്തരം പറയണേ. അമേരിക്കയിലുള്ള ഒരു ചെറുക്കൻ തിരുവല്ലയിൽ ഒരു പെങ്കൊച്ചനെ കല്യാണം കഴിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഇവള് മെസ്സേജ് അയക്കണോ? എൻ്റെ പൊന്നച്ചായനല്ലേ എന്നെ അമേരിക്ക കൊണ്ടുപോകണേ, മെസ്സേജ് അയക്കണോ? പറ. ഇവൻ്റെ ആവശ്യമല്ലേ ഇവൾ അവിടെ വരേണ്ടതാണോ? പറ. അവൻ മിണ്ടാതിരുന്നാലും കല്യാണത്തിനന്ന് വരുമ്പം ഇവളെ കൊണ്ടുപോകാനുള്ള വിസയും ടിക്കറ്റും കൊണ്ടാണ് വരുന്നേ. അതിനകത്ത് നിന്റെ അപേക്ഷ ആവശ്യമില്ല. മണവാട്ടിക്ക് എന്തെല്ലാം വേണോ അതെല്ലാം മണവാളൻ പ്രൊവൈഡ് ചെയ്യും. തിരിച്ചറിഞ്ഞവരെ ദൈവത്തെ സ്തുതിക്കാവൂ. ആകുലതകൾ വേണ്ട, നിരാശകൾ വേണ്ട, നിനക്ക് വേണ്ടതല്ല. ചോദ്യം, മണവാളൻ അധ്വാനിക്കുന്നതെല്ലാം ആർക്കാ? മണവാളന്റെ പ്രോപ്പർട്ടി എല്ലാം ആർക്കാ? അപ്പുറത്തെ ചാക്കോയുടെ മോനാണോ? പറ. അല്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അങ്ങനെയാന്ന് ഉഭയസമ്മതം നടന്നവർ പിന്നെ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. ആര് നോക്കിക്കോളും? ഒന്ന് കൈ കൊടുത്ത് പറ, മണവാളൻ നോക്കുമെന്ന് പറ. മനസ്സിലായി വരുന്നുണ്ടോ? എന്നോട് ദൈവാത്മാവ് ദൂത് പറയാ, ഈ ഭാരം ചുമന്ന് കരഞ്ഞോണ്ട് നടക്കണ്ട. എന്റെ കാര്യം ആര് നോക്കും? മണവാളൻ നോക്കും. എങ്ങനെ നോക്കും? മണവാളന്റെ ലെവലിൽ. മനസ്സിലായില്ല. ഞാൻ 2 കല്യാണത്തെക്കുറിച്ച് പറയാം. ഞാൻ സംബന്ധിച്ച 2 കല്യാണം. ഒന്നാമത്തെ കല്യാണം ഒരു സാധുവായ ഒരു ചെറുക്കൻ്റെ കല്യാണമായിരുന്നു. സാധുവായ ചെറുക്കൻ്റെ കല്യാണത്തിന് വളരെ ലളിതമായ ഒരു വേദിയിൽ വലിയ ആർഭാടകങ്ങളൊന്നുമില്ലാതെ അവൻ്റെ ത്വക്കിലൊതുങ്ങുന്ന പോലെ ഒരു കല്യാണം നടത്തി. ആ ചെറുക്കന് ഈ പെങ്കൊച്ചിന് ഗിഫ്റ്റ് കൊടുത്തത് ടൈറ്റാൻ്റെ ഒരു പുതിയ വാച്ചാണ്. ടൈറ്റാൻ്റെ. ഞാൻ ചോദിച്ചാ, കല്യാണം കഴിച്ചിട്ട് ഭാര്യയ്ക്ക് എന്തോ ഗിഫ്റ്റ് കൊടുത്തു? പേഴ്സണലി ചോദിച്ചാ. ഫസ്റ്റ് ടൈറ്റാൻ്റെ ഗോൾഡ് കളറുള്ള വാച്ച് കൊടുത്തു. എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഇച്ചിരി പിടിച്ചു വെച്ച് കൊടുത്തു. നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. വേറൊരു കല്യാണം തോന്നു, രാജകീയ കല്യാണമായിരുന്നു. ഞാനും ആ ചെറുക്കനോട് ചോദിച്ചാൽ, ആ കല്യാണം കഴിച്ചിട്ട് പെണ്ണിന് എന്തോ കൊടുത്തു? ഞാൻ പറഞ്ഞു, എറണാകുളത്ത് കാക്കനാട് 3.5 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് ഭാര്യയുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് മണവാളൻ മണവാട്ടിക്ക് കൊടുക്കുന്നത്. നിന്റെ മണവാളന്റെ കപ്പാസിറ്റി അറിയാമെങ്കിൽ
ഒരു നല്ല സ്തോത്രം പറഞ്ഞു. അറിയത്തില്ല, പറയണ്ട. നിന്റെ മണവാളന്റെ കപ്പാസിറ്റി നിനക്കറിയാമെങ്കിൽ മനസ്സിലായി വരുന്നുണ്ടോ? നിന്റെ അകത്ത് കിടക്കുന്ന പല ചോദ്യത്തിനും ഇന്നത്തെ ആരാധന മറുപടിയാ. ഞാനൊരു ദൂത് പറയാം. ഈ മണവാളനുമായിട്ട് ഉഭയസമ്മതം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലെവലൊക്കെ അങ്ങ് മാറും. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജന്മസ്ഥലത്ത് വരെ പോയി. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരനെ ഞാൻ വഴി കണ്ടു. അപ്പൊ പിള്ളേരായിരുന്നോണ്ട് അന്ന് വാടാ പോടാ ബന്ധമായിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് കൈ കൂപ്പിടുക. ഞാൻ അനിയെന്ന് വിളിക്കണോ പാസ്റ്റെന്ന് വിളിക്കണോ? അവിടെ വിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഇപ്പൊ വേറെ ലെവലിലല്ലയോ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അതെന്തോ ലെവല്? മണവാട്ടിയല്ലയോ? എടാ, കൊണപ്പെടാത്തവന് മനസ്സിലായി നമ്മൾ മണവാട്ടിയാന്ന്. എടാ, കൊണപ്പെട്ട നിനക്ക് പിടികിട്ടിയോ നീ മണവാട്ടിയാന്ന്? ഒരാമയും വരുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സ്തോത്രം, അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാണ്. അവിടെ വസ്ത്രം ഒന്ന് ഉറക്കെ പറ. എന്തോ പൊൻകസക നിങ്ങൾ വിടുന്ന കസവൊന്നും അല്ലെന്നേ. അതൊക്കെ ഞാൻ ബൈബിളിൽ ഇങ്ങോട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് വരാം. എന്താണ് നിന്റെ അലങ്കാരം? ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. കർത്താവ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു കൊച്ചിനെ അല്ല, പക്വതയായി വളർന്നു പന്തലിച്ച സഭയിൽ നിന്നെ കൊണ്ടുവന്ന് എന്തിനാ? നിന്നെ ഒരുക്കാൻ വേണ്ടിയാ. നിന്നെ ഒരുക്കുന്ന സ്ഥലമാ സഭ. ഇനി ഗഹനമായ കാര്യം പറയാം. പൗലോസ് പറയുക, നിശ്ചയം നടന്നേ ഉള്ളൂ കല്യാണം നടക്കണം. നിശ്ചയം നടന്നാൽ കല്യാണം നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? പറ. ഇല്ല. നിശ്ചയം നടന്ന എത്രയോ പേര് തിരിച്ച് വീട്ടിൽ വന്നപ്പം ഒരു കാറ് വെളി വന്നു. ആ കാറെ കൊച്ചുപോയി. ഞാനിവിടെ ഒരു 7-8 മാസമായി കാണും. ഞാനൊരാൾ പറഞ്ഞു, എടാ ഇന്നൊന്ന് കാണണമല്ലോ ബ്രദറെ. അയ്യോ, ഇന്ന് കല്യാണോ? ഒരിക്കലും പറ്റത്തില്ല, കണ്ടല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞു കാണണം. കല്യാണം കളയാൻ പറ്റത്തില്ല, എൻ്റെ അടുത്ത റിലേറ്റീവിൻ്റെയാ, പോയാലേ പറ്റൂ. 12 എന്നെ വിളിച്ച് പറഞ്ഞു, കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, കല്യാണോ? അതെ. ഞങ്ങളെല്ലാം അവിടെ ചെന്നു. പെണ്ണിനെ കാണാനില്ല. പെണ്ണ് രാവിലെ ഒരുങ്ങാൻ ബ്യൂട്ടീഷ്യൻ്റെ കൂടെ പോയതാ. ഇച്ചിരി മുമ്പേ അറിഞ്ഞു അവൾ വേറെ കെട്ടിയെന്ന്. ഞാൻ ചോദിച്ചു, അയ്യോ 10,000-3000 പേരുടെ ഫുഡ് എന്തോ ചെയ്തു? കല്യാണം നടക്കാതെ അതിൽ കഴിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് കാണാം. അപ്പം നിശ്ചയം നടന്നെന്ന് കരുതി കല്യാണം നടക്കണമെന്ന് മണവാളന് മനസ്സാ. പക്ഷെ മണവാട്ടിക്ക് എന്തോ ആകണം. നിന്റെ മനസ്സ് ഉറപ്പിക്കാൻ എവിടെ ഇരുത്തിയേക്കുന്നത്? കല്യാണത്തിൻ്റെ അന്ന് നമുക്കറിയാം എത്ര പേരുടെ നടക്കും, എത്ര പേരുടെ നടക്കുന്നില്ല. അപ്പൊ പൗലോസ് പറയാ, കൊരിന്തിലെ സഭയെ, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയെ ഒരു ചതിവുണ്ട്. ഏതാ ചതിവ്? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇനി അത് പറയാൻ പോയ എപ്പോഴെങ്കിലും തീരത്തുമില്ല. ഹോമയായ ദൈവം മനുഷ്യനെ ഏദൻ എന്ന തോട്ടത്തിലാക്കി. വല്ല കുറവുണ്ടോ ഏതെങ്കിലും? പറ. പറ. ഒരു കുറവില്ല. ദൈവം പറഞ്ഞു, ഏതെല്ലാം എന്തൊക്കെ ഫ്രൂട്ടൊന്നും അറിയത്തില്ല. നമ്മൾ ഈ തിരുവല്ലായി പ്രസംഗിക്കൊണ്ട് തിരുവല്ലായിലെ ഫ്രൂട്ടിൻ്റെ കാര്യം പറയാം. ആപ്പിള് തിന്നാം, ഓറഞ്ച് തിന്നാം, മുന്തിരിങ്ങ തിന്നാം, പേര് പറ പെട്ടെന്ന്, പൂവമ്പഴം തിന്നാം, പറ, പേരയ്ക്ക തിന്നാം, ചാമ്പയ്ക്ക തിന്നാം,
പനിനീർ ചാമ്പയ്ക്കാ തിന്നാം, ലോലോലിക്കാ തിന്നാം, പറയച്ച മൽബറിക്കാ തിന്നാം. തീർന്നു പോയ ഞാൻ മാത്രം ഇതെല്ലാം കൂടെ ഓർത്ത് പറ. റംബുത്താൻ തിന്ന, അങ്ങനെ പറ. നിങ്ങൾ എന്നെ സഹകരിക്ക, എല്ലാം നിങ്ങൾക്ക് തിന്നാം. പക്ഷേ നടുക്ക് നിൽക്കുന്ന അങ്ങനല്ല, ഈ വിലക്കപ്പെട്ടതിലാണല്ലോ നമ്മുടെ കണ്ണ് പതിയുന്ന മൊത്തം. എന്തിനാ? ഈ വൃക്ഷത്തിന്റെ ഫലം മാത്രം. എൻ്റെ ചിന്തയാന്നേ, ആദം ഒരു ആപ്പിൾ പറിച്ച് ഹൗവയ്ക്ക് കൊടുത്തു. ആദം പറഞ്ഞു, മറ്റേ വൃക്ഷഫലം, ജീവവൃക്ഷം അങ്ങോട്ട് നോക്കല്, ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു. ആദമോ ഹൗവ ഇപ്പം അതിലോട്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സാത്താൻ പാമ്പിൻ്റെ ദേഹത്ത് കയറി. ഇപ്പം പാമ്പിൻ്റെ ദേഹത്തല്ല കയറുന്നേ, രമണിയുടെ ദേഹത്ത് കയറിയെന്നേ ഉള്ളൂ. അല്ലേ സുനിയുടെ ദേഹത്ത് കയറിയെന്നേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. വേറെ ആരുടെ പാമ്പ് പിശാച് ആരുടെ ദേഹത്ത് കയറി? പാമ്പിന്റെ ദേഹത്ത് കയറി. എന്നിട്ട് ഹവ്വാമ്മച്ചി ഇങ്ങനെ നടന്നു പോകുമ്പം മൽബറി എന്ന് പേരയിലൊട്ടും, പേരെന്ന് ചാമ്പയിലൊട്ടും, ചാമ്പയെന്ന് ആത്തയിലൊട്ടും ഈ പാമ്പ് വരുക. എന്നോണ്ട് വിശേഷ സുഖമായിരിക്കുന്നോ, കവളൊക്കെ ഒട്ടിയിരിക്കുന്നല്ലോ, വല്ല കുഴപ്പമുണ്ടോ? സാത്താൻ ഇമ്മത്തെ ഏറ്റപ്പല്ലുമായിട്ട് രാത്രി നിന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയൊന്നും അല്ല നിന്നെ ഒതുക്കുന്നേ. അടിപൊളി ചിരിയോടാ. വന്നിട്ട് ചോദിച്ചു, ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോഴത്തേക്ക് ജീവവൃക്ഷത്തിനടുക്ക വന്നു പറഞ്ഞു, തേണ്ട ഇത് തിന്നാറുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് തിന്നരുത്, തൊടുക പോലും അരുത്. ഉടനെ സാത്താൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്നും ഇങ്ങനെ ചാമ്പയ്ക്കായും പേരയ്ക്കായും ആപ്പിളും കഴിച്ചിരുന്നാൽ പോലെ ദൈവത്തെ പോലാകണ്ടായോ? ഇങ്ങനെ എന്നും പാസ്റ്റർമാർ പറഞ്ഞുകൊണ്ട് സ്വോത്രം പറഞ്ഞിരുന്നാൽ പോലെ നിനക്ക് ഒരു അപ്പോസ്തലനാകണ്ടായോ? നിനക്ക് ഒരു പ്രവാചകനാകണ്ടായോ? നീ ഇങ്ങനെ ഇരുന്നാ മതിയോ? നിനക്ക് ഇതുപോലെ ഒത്തിരി സഭകൾ നടത്തണ്ടായോ? അങ്ങോട്ട് കൊടുത്തു സാത്താൻ. സാത്താൻ അറിയാം എങ്ങനെ കൊടുക്കണമെന്ന്. കണ്ണ് തുറന്നത് ദൈവമാണ്, സാത്താനാണോ ഇപ്പം അറിയേണ്ടി. എന്നിട്ട് ആ ഭാഗം ഒന്ന് എടുക്കണം. സ്തോത്രം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പാമ്പ് ഒരു ഉറപ്പ് കൊടുത്തു. പാമ്പല്ല, സാത്താൻ. നീ മരിക്കയില്ല നിശ്ചയം. ദൈവം പറഞ്ഞതിന് വിരോധമായി ഏത് വെളിപ്പാട് വന്നാലും അതിന്റെ മുമ്പിൽ സാത്താൻ. നമ്മൾ മിണ്ടുന്നില്ല. ഹവ്വാമ്മച്ചോട് പറഞ്ഞു, ഈ ആദമിനെ പിടിക്കുക, ഈ സ്ത്രീകളെ കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. തിരുവല്ലയിലെ അല്ല, പൊതുവിലെ ഞാൻ പറഞ്ഞതാ. അപ്പൊ സ്ത്രീകളൊക്കെ ഇച്ചിരി സൂക്ഷിക്കുന്നത് ഹവ്വായോട് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പാമ്പ് ഉറപ്പ് കൊടുത്ത് എന്ത് ചെയ്യത്തില്ല? നിങ്ങൾ മരിക്കയില്ല, ചാകത്തില്ല. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും, ഇത് തിന്നുമ്പം നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി അറിയും, ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. നിനക്കൊക്കെ ആഗ്രഹമില്ല ഇങ്ങനെ ഇരുന്നാ മതി, ദൈവത്തെ പോലെ ആക. സാത്താൻ ഈ വെളിപ്പാട് അങ്ങോട്ട് കൊടുത്തപ്പോഴേ അമ്മച്ചിയുടെ കണ്ണങ്ങ് തുറന്ന്. അമ്മച്ചി അടുത്ത നോക്കിക്കോണേ. നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുന്ന ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും. ഇത്രയും നേരം നോക്കാത്ത പുള്ളിക്കാരത്തി നോക്കി വെച്ച് പറയാ, അത് തിന്മാൻ നല്ലതും. ചോദ്യം, തിന്നോ? തിന്നോ? പക്ഷെ തിന്നാതെ പറഞ്ഞത് നല്ലതും തോന്നുവാ. കാര്യം ഈ പുള്ളി വെളിപ്പാട് കൊടുത്താ തോന്നും. തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു. കണ്ടടാ, അവരെല്ലാം ഒതുങ്ങിയായിരുന്ന ഞങ്ങളേലും രക്ഷപ്പെട്ടേനെ. മിണ്ടുന്നില്ല. നല്ല ഭാര്യ ഒരു പൂവമ്പഴം പൊളിച്ചാൽ പകുതി ആർക്ക് കൊടുക്കും? ചില ഭർത്താക്കന്മാരിക്കും വിഷമാണോടി എന്ന് ചോദിക്കുന്നവരുമുണ്ട്. നല്ല കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം. പൗലോസ് വെളിപ്പെടുത്തുക, ഏദനിൽ നടന്ന ചതി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് 2 ഉപദേശം കൊടുക്കുക. അതാ പ്രസംഗം. ആ ഉപദേശം എന്താണെന്നറിയാവോ?
നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിടരുത്. നടത്തിയിരിക്കുന്ന കൈ കൊടുത്ത് പറ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിടരുത്. കൈയടിക്കുന്നതെന്നല്ല, പാട്ട് പാടുന്നതെന്നല്ല, ഈ ഏകാഗ്രത ഇല്ലെങ്കിലുള്ള കുഴപ്പം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും 2 തെളിവ് പറഞ്ഞ് പ്രസംഗം നിർത്തും. ദീർഘമായി തെളിയിക്കാൻ നേരമില്ല. പഴയ നിയമത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ജ്ഞാനം കൊടുത്ത ആളാണ് ശലോമോൻ. ശലോമോന്റെ സദൃശവാക്യങ്ങൾ വായിച്ചാൽ എത്ര വായിച്ചാലും കൊതി തീരത്തില്ല. ചോദ്യം, ഇത്രയും ജ്ഞാനിയായ ശലോമോൻ ലൈഫ് പരാജയപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളായിരുന്നു. അവൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമല്ലായിരുന്നു. അവൻ ദൈവത്തിന് കൊടുക്കും, ആരാധനാലയത്തിൽ കൊണ്ടുവരും, ആയിരക്കണക്കിന് ആടുകട യാഗമാണ് നടത്തുന്നത്. ആ യാഗത്തിൽ ദൈവം ഇറങ്ങി വരും. പക്ഷേ ഒറ്റ കാര്യം നഷ്ടപ്പെട്ടു, ഹൃദയത്തിൻ്റെ ഏകാഗ്രത. ഒരു വാക്യം നമുക്ക് വായിക്കാനുള്ള സമയമേ എടുക്കുന്നുള്ളൂ. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ ഇടയാകട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ വയോധികൻ ആയപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ഹൃദയം ഏകാഗ്രമല്ലാത്തതിനാൽ ശലോമോൻ വശീകരിക്കപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നു, ചർച്ചിൽ മെമ്പർഷിപ്പ് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരുള്ള ദൂതാ പറയുന്നത്. നിന്നിൽ എത്ര വലിയ കൃപാവരമുണ്ടെങ്കിലും നിന്റെ ഹൃദയം ക്രിസ്തുവിൽ ഏകാഗ്രമല്ലെങ്കിൽ നീ പ്രവചിച്ചത് വെറുതെ, വെളിപ്പാട് കണ്ടത് വെറുതെ, അന്യഭാഷ പറഞ്ഞത് വെറുതെ. നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഏകാഗ്ര ഹൃദയം ഉണ്ടാകാൻ എന്തു ചെയ്യണം? സ്തോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ മനസ്സിനകത്ത് കടന്നു പോകുന്ന ചില ശൂന്യത ഇന്നത്തെ ആരാധനയുടെ നടുവിൽ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്താക്കപ്പെടണം. സ്തോത്രം. ഞാൻ ആത്മിക ദൂത് പറയുക, ഒരു ദൈവവൈതന്റെ ഹൃദയത്തിൽ, ഒരു മണവാട്ടിയുടെ ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടത് ദൈവത്തിൻ്റെ സമൃദ്ധിയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അത്ര സുഖമില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ സുഖമുള്ള കാര്യത്തിലോട്ടാണ് വരാൻ പോകുന്നത്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് വലിയൊരു വെളിപ്പാട് തരുക. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് യേശുവിൻ്റെ ആത്മാവ് നിന്നോട് പറയുക, നിന്റെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയെ തകർക്കുന്ന ആ ഒരു സ്പിരിറ്റ് ഇന്നത്തെ ആരാധന വിട്ടുപോകണം. ഉടമ്പടി എടുത്ത നീ, നിശ്ചയിക്കപ്പെട്ട നീ, വിവാഹം നടക്കുന്നതിന് മുമ്പ് ആ ചതിയിൽ പെടുത്താൻ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഏകാഗ്രത നഷ്ടമാകാറുണ്ടോ? ഉണ്ടോ? ചുമ്മാ ഒരു യന്ത്ര മനുഷ്യനെ പോലെ സാം പാടി, സ്തോത്രം. സണ്ണി ബ്രദർ അവിടെ കട്ട തിരിച്ചു, ആ മോൻ ഇവിടെ കീബോർഡ് വായിച്ചു, ആ ബ്രദർ നല്ലതായിട്ട് ഇവിടെ റിതം പാട് വായിച്ചു. ഒരു താളത്തിൽ കൈയടിച്ച് പോകുന്നതല്ല ആരാധന. മണവാളനുമായി മണവാട്ടിക്കുള്ള ഹൃദയ ബന്ധമാണ് ആരാധന. മനസ്സിലായി തുടങ്ങുന്നുണ്ടോ?
എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ പല വിടുതലിനും തടസ്സം മന്ത്രവാദമല്ല, ആഭിചാരമല്ല, നിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തിയതാ. നിന്റെ വീട് നരകമാക്കാൻ, നിന്റെ വീട് സാത്താന്റെ ചെളിക്കുമ്പാരമാക്കാൻ, നിന്റെ വീട് തകർക്കുവാൻ അവൻ നിന്റെ ഏകാഗ്രതയെ തകർത്തെങ്കിൽ ഇന്ന് ആ ഏകാഗ്രത തിരികെ പിടിക്കണം. ഈ പൗലോസിന്റെ ഒരു ഭാഷാ പ്രയോഗം അതൊക്കെ പറഞ്ഞ വേറെ വഴി കൂടെ പോകും. പൗലോസ് പറയുക, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. ഒരു ആത്മീകം തിരിച്ചറിയണം. നിനക്കുണ്ടാകുന്ന ഏത് പ്രശ്നവും ഈ പ്രാർത്ഥനയുടെ പായ തീരും. വിശ്വാസമുള്ളവരെ ആമീൻ പറയാവൂ. വിശ്വാസമുള്ള ആമീൻ. ദൈവത്തിന് സ്തോത്രം. നീ ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്ക, നിന്റെ അകത്തെ സകല മടുപ്പ് ഇന്ന് പൊട്ടണം. എത്ര പേർ റെഡിയാ? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാ, പ്രാർത്ഥിച്ച് നേടണം ചിലത്. നിന്റെ ആയുസ്സിനോടുള്ള വെല്ലുവിളി, ആരോഗ്യത്തിനുള്ള വെല്ലുവിളി, ഉയർച്ചയോടുള്ള വെല്ലുവിളി ഇന്ന് ആരാധനയ്ക്ക് നടുവിൽ നേടിയെടുക്കണം. ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്നോട് പിണങ്ങല്ലേ? പിണങ്ങോ? ഇപ്പം ഞാൻ നിർത്തുവേ. പിണങ്ങോ? നിനക്കൊരു പ്രശ്നം ഉണ്ടായ, നീ ഇപ്പൊ സാം പാസ്റ്റർ ഏരിയയിലെ ഒരു കുടുംബം, നിനക്കൊരു പ്രശ്നം ഉണ്ടായ, സാം പാസ്റ്ററെ എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാനും ഭാര്യയും പിള്ളേരും കൂടി നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവാം, പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഒരു 2 മണിക്കൂർ ഒന്ന് പ്രാർത്ഥനയിൽ ചെലവിടാവും. രാവിലെ 7 മണി തൊട്ട് പായിട്ട് കുടുംബം ഒരു കട്ടൻ കാപ്പി കുടിച്ച് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഞങ്ങളൊക്കെ വിടുതൽ പ്രാപിച്ചിട്ടുള്ളത്. പാസ്റ്റർ സാം വരുമ്പോൾ, പാസ്റ്റർ ഇരുന്നാട്ടെ, ഞാനൊന്ന് കുളിച്ചേച്ച് വരട്ടെ. ഇപ്പം കുളിക്കുന്നിടം വരെ പാസ്റ്റർ ഇരിക്കണം. പായ എവിടാന്നാ? പിന്നെ പാസ്റ്റർ വന്നില്ല, നിന്നോണ്ട് അങ്ങ്. ഇതാ മൊത്തം പ്രശ്നം. രാവിലെ 8 മണിയായപ്പം പ്രാർത്ഥിക്കാനിരുന്നു. 10 മണിയായപ്പം നിന്റെ പാസ്റ്റർ വന്നു. ആ പായൽ അങ്ങോട്ടിരുന്ന് 2 മണിക്കൂർ പ്രാർത്ഥിച്ചെഴുന്നേറ്റു. ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. അല്പ ദിവസം കഴിയുമ്പോൾ നീ വാർത്ത കേൾക്കും, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം നിന്റെ ദൈവം പരിഹരിച്ചെന്ന്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഭാരം ചുമന്നുകൊണ്ട് നടക്കാനല്ല. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് ഒരു ദൂത് ദൈവമക്കളോട് പറഞ്ഞു നിർത്താം. രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈദ്യന്റെ മുഴുവൻ പ്രശ്നവും ഒരു പുൽപ്പായെ തീരും മാമേ, തീരുവച്ചാ, തീരും. ശലോമോ ജ്ഞാനിയാ, അവന്റെ ഹൃദയം വശീകരിച്ചുകൊണ്ട് പോയി. ഏകാഗ്രത എന്ന് പറഞ്ഞ എന്തുവാ? മണവാളിൽ നിന്ന് പിരിയാൻ പറ്റാത്ത ബന്ധം. നിനക്ക് ശൂലമി എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെയൊക്കെ എടുത്തുകൊണ്ട് വരണം ഉപമിക്കാൻ. ശലോമോന്റെ കൊട്ടാരത്തിലോട്ട് അവളെ കൊണ്ടിട്ടപ്പോൾ അവള് പറഞ്ഞു, ശലോമോനെ പിണങ്ങരുതേ, എനിക്കൊരു പ്രിയനുണ്ട്. ഏത് പ്രിയൻ? എന്നേക്കാൾ. അതെ, സ്തോത്രം. ശലോമോന്റെ 1000 യുവസുന്ദരിമാരെ നിരത്തി അങ്ങോട്ട് നിർത്തി. വടിവത്ത ശരീരമുള്ള കൊത്തിയെടുത്ത ശില്പികളെ പോലെ നിൽക്കുന്ന, ശില്പി കൊത്തിയെടുത്ത ബിംബം പോലെ നിൽക്കുന്ന 1000 യുവസുന്ദരികളെ നിലത്തി നിർത്തി ചൊരുത്തി ചോദിച്ചു, ഇവരിലും വലുതാണോ നിന്റെ പ്രിയൻ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 1000 അവള 10,000ങ്ങളിൽ സുന്ദരനാണ്. എന്താ കാര്യം? നിന്റെ അകത്ത പ്രിയൻ ഒരു തേജസ്സായി നിൽക്കുക. നിന്റെ അകത്ത
നാട്ടുകാർ ചോദിച്ച് പാടാൻ പോയി അല്ല, പ്രിയനെ കാണാൻ പോയി. ഓ റബല ഹഡബല ബഡബല ബഡബല ബഡ. ഓ യേശുവിൻ്റെ നാമത്തിൽ ഒരു ചോദ്യം. ആ പ്രിയനോട് നിനക്ക് എന്തുമാത്രം പ്രണയമുണ്ട്, പ്രേമമുണ്ട്? ഒരാമയും വരുന്നില്ല. നാട്ടുകാർ തരാത്ത പ്രണയം, വീട്ടുകാർ തരാത്ത പ്രേമം എനിക്ക് ആ പ്രിയനോടുണ്ട്. അവൻ 10,000ങ്ങളിൽ സുന്ദരനാണ്, ഷാരോനിലെ പനിനീർ പുഷ്പമാണ്. അവൻ ഇവിടെ ഉണ്ട്. എവിടെയുണ്ട്? രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ. ഓ ആ പ്രിയനെ ആസ്വദിക്കുന്നവരെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ പ്രിയനെ ആസ്വദിക്കുന്നവരെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാൻ പോവുക. ഈ ലോകം നിന്നെ തൊടുകയില്ല, ഈ പിശാച് നിന്നെ തൊടുകയില്ല, നിന്റെ ശത്രു നിന്നെ തൊടുകയില്ല. കാരണം ആർക്കും പൊളിക്കാൻ വയ്യാത്ത ഒരു പ്രണയ ബന്ധത്തിലാണ്. ഓ കൈകൾ ഉയർത്തിപ്പിടിച്ചോണ്ട് യേശുവീലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ഷാരോനെ നിന്നെ ദൈവം തൊടുകയാ, നിന്നെ ദൈവം തൊടുകയാ. എഴുന്നേറ്റ് നിന്നോ, നിന്നെ ദൈവം തൊടുക. ഓ 10,000ങ്ങളിൽ ശ്രേഷ്ഠനായവൻ, ഷാരോനിലെ പനിനീർ പുഷ്പമായവൻ. ആ മഞ്ഞ ഷർട്ടിട്ട് അച്ഛനൊന്ന് കൈപൊക്കി പിടിച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. യാക്കോബിനെ ഒരിക്കൽ യാബോക്ക് കടവിന്റെ തീരത്ത് വെച്ച് ദൈവം ഒന്ന് തൊട്ടു. തൊട്ടതിന്റെ ചൂടടയാളം അവൻ മരിക്കുന്നിടം വരെ അവന്റെ ശരീരത്തുനിന്ന് പോയിട്ടില്ല. എന്നോട് ദൈവം പറയാം, നിന്റെ ഈ ഭൂമിയിലെ വാസം കഴിയുന്നിടം വരെ നിനക്ക് ഒരു ചൂടടയാളം. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. അസ്വര നിന്റെ ബ്രദർ, നീ പ്രാർത്ഥിക്കുമ്പോ ഞാനൊരു കാഴ്ച കാണുകയാ. മടക്കി വെച്ച ഒരു ഷീറ്റ് നിവർത്തി ഇടുന്നത് പോലെ നിന്റെ ഭാവിയെ ചുരുട്ടിക്കെട്ടിയ കെട്ട് ഇന്നത്തെ ആരാധന അഴിയുക. ശരിക്കും ബന്ധിക്കപ്പെട്ട് കിടക്കല്ലേ? അല്ലേ? ഇവിടെ വരെ വന്നേ, ഇവിടെ വരെ വന്നേ. പുഷ്പ അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, യേശുവീലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാം ആയവനെ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ഷാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000. ഈ സമയം ചില രോഗങ്ങളെ തൊടുകയാ ദൈവം. നിന്റെ രോഗമുള്ള ഭാഗത്ത് നീ കൈവച്ച് ഈ പാട്ട് പാടണം. യെസ്, ഒരു ഹീലിംഗ് പവർ ഇതിനകത്ത്. യെസ്, സുന്ദരനെ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ബ്രദറെ, നിന്നെ വിളിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നേ. എന്നോട് യേശു പറഞ്ഞു, ഇവനൊരു വിടുതൽ ദൈവം കൊടുക്കാൻ പോവാ. ഗ്ലോറി. ഇവനൊരു സ്ഥലം
വീട് വെക്കാനൊരു സ്ഥലം കർത്താവ് ഒരാളിൽ കൂടെ ഒരുക്കി തരാൻ പോവാ. ഓ, നീ വാടക വീട്ടിൽ താമസിച്ച് പാർത്തതൊക്കെ മതി. ദൈവം നിനക്ക് വഴിയൊരുക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. Glory to God. നിന്നെ ഏറ്റെടുക്കാൻ ഒരു കമ്പനി തയ്യാറാകുന്നുണ്ട്. കാരണം നിന്റെ അകത്തൊരു കഴിവ് കിടപ്പുണ്ട്. ആ കഴിവ് അച്ഛാ അതിലേക്കൂടെ ചെന്ന ആ നീല ഷർട്ടിന്റെ പുള്ളിക്കാരനെ അച്ഛനെ ആ അച്ഛന്റെ നട്ടപ്പുറത്ത് നടുവിന്റെ താഴെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചേ. ആ വേദന ഇപ്പം എത്ര നാളായി തുടങ്ങിയിട്ട്? അവിടെ ഒരു ബലഹീനതയുണ്ട്. എന്നെ ഒരു കാഴ്ച കണ്ടു ദൈവം. റോഡിന്റെ ചപ്പാത്ത് ലെവലാക്കുന്ന പോലെ നിന്റെ ആ ഭാഗത്ത് ഇങ്ങനൊരു മടക്ക് കിടപ്പുണ്ട്. അത് നന്നായിട്ട് നീ കൈ ഓടിച്ചറിയാം. ജീസസ് ഇനി അതവിടെ കാണുകയില്ല. 7 വർഷം മുമ്പ് നീ ആക്സിഡന്റിൽ തകർന്ന നിന്റെ അസ്ഥികൾ, ഓ എനിക്കെന്തോ ഹോളി സ്പിരിറ്റ് ഒരു ബോധ്യം തരിക. ഒരു മിനിറ്റ് ബ്രദർ അവിടെ നിൽക്കണം. നിനക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും. എനിക്കെന്തോ ദൈവാത്മാവ് ബോധ്യം തരിക. അവന്റെ കണ്ണിലോട്ട് ലേസർ രശ്മികൾ അടിക്കുക. ഓ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ കാര്യം കർത്താവ് ചെയ്യാൻ പോവാ. എനിക്ക് ആത്മാവിൽ കാണാം യേശുവിന്റെ നാമത്തിൽ. അച്ഛൻ ഒന്ന് കൈ പൊക്കി പിടിക്കാവോ? അച്ഛ ഒന്ന് കൈ പൊടി പിടിക്കാവോ? ആ അപ്പുറത്തെ മോളെ പപ്പായ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു വചനം അച്ഛൻ്റെ തലയ്ക്ക് മുകളിൽ വരുന്നു. ആവർത്തന പുസ്തകം 28:6 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നീ കൈ തൊടുന്ന സകലത്തിലും യഹോവ അനുഗ്രഹം കൽപ്പിക്കും എന്ന് പറഞ്ഞ നിന്റെ ഗതികേട് പൊട്ടിക്കുന്ന, ഞാൻ ഇന്ന് മുമ്പേ ദൂത് പറഞ്ഞ വെറുതെ അല്ല, ഇന്ന് പാത്രങ്ങളിൽ എണ്ണ പകരും. ഇന്ന് പാത്രങ്ങളിൽ. യെസ് മോളെ നീ പ്രാർത്ഥിച്ചോ, ഒന്ന് എഴുന്നേറ്റ് നിന്നോ. ആ അപ്പുറത്തിരിക്കുന്ന മോള് ജീസസ് വെറുതെ എഴുന്നേറ്റോ. യെസ് ഓ റബല ഹംസസ് പിഖോഡബല. ദൈവം അളന്ന് തരാൻ പോവാ ചിലത്, കനിഞ്ഞു തരാൻ പോവാ ചിലത്. ദൈവം ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുക യേശു ക്രിസ്തുവിന്റെ നാമത്തില്. കർത്താവേ ഒരു വിടുതൽ ഇവനുമായി നടക്കട്ടെ. ഇവനുമായി കണക്ട് ചെയ്യേണ്ടതിനെ ഒക്കെ യേശു കണക്ട് ചെയ്താൽ അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നിന്റെ കണ്ണ് സൗഖ്യമാവുന്ന അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, 10,000ങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അങ്ങേക്കു തുല്യന അങ്ങേക്കു തുല്യന അങ്ങു